ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OET ലെറ്റർ റൈറ്റിങ്ങിൽ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് ഇമ്പോർട്ടൻ്റ് ആണോ അതോ അല്ലയോ എന്നുള്ളതാണ്. ഷുവർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് the usage of articles in the OET writing is a part of our criteria. There are two main types of articles. First one is indefinite articles, which are a or an. The second one is definite article, which is the or the. പലപ്പോഴും നമ്മൾക്ക് കൺഫ്യൂഷനാണ് ഈ ആർട്ടിക്കിൾസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടുന്നത് എന്ന്. ബട്ട് ഇവിടെ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യവും തന്നെയില്ല. ആർട്ടിക്കിൾസ് ദാറ്റ് വി യൂസ് ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് നൗൺസ്. സംടൈംസ് വി കോൾ ആർട്ടിക്കിൾസ് ആർ നൗൺ മാർക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എത്ര ടൈപ്സ് ഓഫ് നൗൺ ഫോമുകളുണ്ട് എന്ന്. ദർ ആർ ടു മെയിൻ ടൈപ്സ് ഓഫ് നൗൺസ്. ദ ഫസ്റ്റ് വൺ കൗണ്ടബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ കഴിയുന്ന വസ്തുക്കൾ. ചില വസ്തുക്കളെ നമ്മൾക്ക് എണ്ണാൻ കഴിയും, എന്നാൽ മറ്റു ചില വസ്തുക്കളെ നമ്മൾക്ക് എണ്ണാൻ കഴിയില്ല, അല്ലേ? സോ അൺകൗണ്ടബിൾ നൗൺസിന് എന്തില്ല, ദേ ഡസ് നോട്ട് ഹാവ് എ പ്ലൂറൽ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷനാണ് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടുന്നത്. വെൻ യു ആർ യൂസിങ് എ സിംഗുലർ നൗൺ ഫോർ ദ ഫസ്റ്റ് ടൈം യു ക്യാൻ റൈറ്റ് എ ഓർ ആൻ, ആൻഡ് വെൻ യു വിൽ റിപ്പീറ്റ് ദ സെയിം ഫോർ ദ സെക്കൻഡ് ടൈം യു വിൽ യൂസ് ദ. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എക്സ് അണ്ടർവെൻറ്റ് എ നീ റീപ്ലേസ്മെൻറ്റ് ആൻഡ് ദ ഓപ്പറേഷൻ വാസ് അൺഇവൻറ്റ്ഫുൾ. സോ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എ നീ റീപ്ലേസ്മെൻ്റ് എന്നും സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ ദ ഓപ്പറേഷൻ എന്നും അത് മാറ്റി എഴുതി. സോ ഇങ്ങനെയാണ് നിങ്ങൾ OET ലെറ്ററിൽ എന്ത് യൂസ് ചെയ്യേണ്ടുന്നത്, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ആനിൻ്റെ പ്രയോഗം എവിടെയാണ് വരുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ലെറ്ററിൽ വവൽ സൗണ്ട് ഉണ്ട്. സോ ആ സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ MRI എന്ന് പറയുമ്പോൾ എം എന്ന ലെറ്ററും എ എന്ന സൗണ്ടുമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻ MRI എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഞാൻ കുറച്ചധികം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. OET ലെറ്ററിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കുറച്ച് കൗണ്ടബിൾ നൗൺ ഫോമുകൾ. സർട്ടൻ പ്രൊസീജിയേഴ്സ് വെനെവർ യു ആർ യൂസിങ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം സ്കോപ്പി, എക്ടമി, ഓട്ടമി, ഓസ്റ്റമി എന്നൊക്കെ പറഞ്ഞ് എൻഡ് ചെയ്യുന്ന പ്രൊസീജിയറുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, ആർട്ടിക്കിൾസ്, അതിനോടൊപ്പം ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ദെൻ ജോബ് ടൈറ്റിൽസ്, എ ഫിസിയോതെറാപ്പിസ്റ്റ്. ബട്ട് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾക്കവിടെ ആർട്ടിക്കിൾസ് ആവശ്യമില്ല. ഓക്കെ, ആൻ അനസ്തേഷ്യോളജിസ്റ്റ്, എ ഡയറ്റീഷ്യൻ. സോ അങ്ങനെ പോകുന്നു. ജോബ് ടൈറ്റിൽസ് യൂസ് ചെയ്യുമ്പോൾ അത് വ്യക്തികളാണ്, അവരെ നമ്മൾക്ക് എണ്ണാൻ കഴിയും. സോ സിംറ്റംസ്, ഇവിടെ ചില സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. എ ഫീവർ, എ കഫ്, എ ഹെഡേക്ക്. ഈ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്താണ്, എണ്ണാൻ കഴിയുന്ന നൗൺ ഫോമുകളാക്കി അത് നമ്മൾ എന്താണ് കൗണ്ടബിൾ കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ കൗണ്ടബിൾ നൗൺ കാറ്റഗറിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ സർട്ടൻ എക്യുപ്മെൻറ്റ്, വീൽ ചെയർ, വിലി വോക്കർ, പിക്ക് ഫ്രെയിം, ഇതൊക്കെ നമ്മൾ ലെറ്ററിൽ സ്ഥിരമായി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പം എന്ത് യൂസ് ചെയ്യുക, ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ബോഡി പാർട്സ് ഓഫ് കോഴ്സ്, അല്ലേ, നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതുപോലെ അൺകൗണ്ടബിൾ നൗൺസ് ഞാൻ ഏർലിയർ പറഞ്ഞതുപോലെ തന്നെ ദേ ഡസ് നോട്ട് ഹാവ് എ പ്ലൂറൽ ഫോം. സം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ ലെറ്ററിൽ യൂസ് ചെയ്യുന്ന പെയിൻ, സപ്പോർട്ട്, പ്രോഗ്രസ്, ട്രീറ്റ്മെൻറ്റ്, ബ്ലഡ്, സർജറി, ഡിസീസ് കണ്ടീഷൻസ്, ഇതിൻ്റെ ഒന്നും കൂടെ എന്ത് വേണ്ട, ആർട്ടിക്കിൾസ് വേണ്ട. ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ദ പാസ്റ്റ്, ദ ലാസ്റ്റ്, ദ നെക്സ്റ്റ്, ദ കംപ്ലൈൻറ്റ് ഓർ കംപ്ലയൻസ്, ദ ഫോളോവിങ്, ഇതൊക്കെ പറയുമ്പോൾ അവിടെ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ഫിക്സ്ഡ് ആണ്. വിത്ത് അഡ്ജക്റ്റീവ് ഫോമോട് കൂടി നമ്മൾ അവിടെ യൂസ് ചെയ്യുകയാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഓക്കെ, അതങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കേട്ടതിൽ നിന്ന് ഒരു ഏകദേശ ധാരണയുണ്ടായി കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എങ്ങനെയാണ് OET ലെറ്റർ റൈറ്റിങ്ങിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടുന്നത് എന്ന്. ഓക്കെ, സോ ഇനി മുതൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എവിടെ നിങ്ങൾ കൗണ്ടബിൾ നൗൺ ഫോമുകൾ കാണുമ്പോൾ അത് സിംഗുലർ ഫോം ആണെങ്കിൽ അതിനെയൊപ്പം നിങ്ങൾ ആർട്ടിക്കിൾ ചേർക്കുക. ഓക്കെ, സോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വി വിൽ മീറ്റ് യു വിത്ത് another video. Thank you.